ഹായ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹാരപ്പൻ സിവിലൈസേഷനിൽ നിലനിന്നിരുന്ന സാമൂഹിക വ്യത്യാസങ്ങളെ കുറിച്ചാണ്, സോഷ്യൽ ഡിഫറൻസസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ഓക്കെ, അപ്പൊ അന്ന് ഹാരപ്പൻ സിവിലൈസേഷന്റെ സമയത്ത് അവർക്കിടയിൽ സാമൂഹിക വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നോ ഇല്ലയോ മുതലായ കാര്യങ്ങളാണ് ഇതിലൂടെ പരിശോധിക്കുന്നത്. അപ്പൊ ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി അവർ സ്വീകരിച്ച ഒരു പ്രധാന മാർഗങ്ങളിൽ ഒന്നായിരുന്നു ഹാരപ്പൻ സിവിലൈസേഷനിലെ ജനങ്ങളുടെ ശവസംസ്കാര രീതികൾ, അതായത് മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്ന രീതി പരിശോധിക്കുക എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഈജിപ്ഷ്യൻ നാഗരികത അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഈജിപ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നിലേക്ക് എന്താണ് അല്ലെങ്കിൽ മനസ്സിലേക്ക് എന്താണ് ആദ്യമായിട്ട് ഓടി വരിക? പിരമിഡുകളാണ് അല്ലെ? പിരമിഡുകൾ നമ്മൾ ആർക്കും നമുക്ക് പിരമിഡുകൾ അറിയാത്തുണ്ടാവില്ല. കാരണം ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നാണ് പിരമിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പിരമിഡുകളിലാണ് ഈ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ രാജാക്കന്മാരുടെ ശവശരീരങ്ങൾ അടക്കം ചെയ്തിരുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ പിരമിഡിൽ നിന്നും ചില രാജാക്കന്മാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ സമ്പന്നരായ രാജാക്കന്മാരുടെ ശവകുടീരങ്ങളിൽ നിന്നും വിലപിടിപ്പുള്ള പല വസ്തുക്കളും ഈ പിരമിഡുകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു രാജാവ് എത്രത്തോളം സമ്പന്നനാണോ ആ സമ്പന്നത എത്രത്തോളാണെന്ന് വിളിച്ചോതുന്നത് അദ്ദേഹത്തിന്റെ പിരമിഡ് കുഴിച്ചെടുക്കുന്നതിൽ നിന്നാണ് അവർക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഓരോ പിരമിഡിൽ നിന്നും പല വിലപിടിപ്പുള്ള വസ്തുക്കളും അവർക്ക് കണ്ടെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചിലതിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരു സാധാരണക്കാരനായ ആളുടേതായിരിക്കാം ആ പിരമിഡ് എന്നുള്ളത് എന്ത് ചെയ്യണം അവർ മനസ്സിലാക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സോഷ്യൽ ഡിഫറൻസസ് അവരെ അടക്കം ചെയ്ത രീതിയിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ ഡിഫറൻസസ് അവർക്കിടയിൽ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവരെന്ത് ചെയ്തത്, അവരുടെ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷനിലെ ജനങ്ങളുടെ ശവസംസ്കാര രീതികൾ എന്ത് ചെയ്ത് പരിശോധിച്ചു. എന്നാൽ ഇതിൽ നിന്നും അവർക്ക് പ്രത്യേകിച്ചൊന്നും ഇവരുടെ അടക്കം ചെയ്ത കുഴികളിൽ നിന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതായത് ഈ ഖനനം ചെയ്ത ആളുകൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രധാനമായിട്ടും എന്താ അവർ കണ്ടെത്തിയത്? ഇവരടക്കം ചെയ്തിരുന്നത് എന്തായാലും കുഴികളിലാണ് ഇവർ അടക്കം ചെയ്തിരുന്നത് എന്ന് കണ്ടെത്തി. കുഴി കുഴിച്ചിട്ട് അതിലാണ് ഇവർ മൃതശരീരം അടക്കം ചെയ്തിരുന്നത് എന്ന് കണ്ടെത്തി. അതുപോലെ തന്നെ ചില കുഴികളിൽ ചില ശവശരീരങ്ങൾ അടക്കം ചെയ്ത കുഴികളിൽ എന്ത് ചെയ്തു, ഇരുവശങ്ങളിലും ഇഷ്ടികകൾ പാകിയതായിട്ട് എന്ത് ചെയ്യണേ ഇവർ കണ്ടെത്തുന്നുണ്ട്. ഇഷ്ടികകൾ ചില കുഴികളുടെ ഇരുവശങ്ങളിലും ഇഷ്ടികകൾ പാകിയതായിട്ടും ഇവർ കണ്ടെത്തുന്നുണ്ട്. എല്ലാതിൻ്റെയും പറയുന്നില്ല, ചില കുഴികളുടേതേ ഉള്ളൂ. അതുപോലെ തന്നെ ചില ശവശരീരങ്ങൾ അടക്കം ചെയ്ത കുഴികളിൽ നിന്നും മൺപാത്രങ്ങള്, ആഭരണങ്ങള് മുതലായ സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അല്ലാതെ വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും തന്നെ ഇവർക്ക് ഇവരുടെ അടക്കം ചെയ്ത കുഴികളിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പിന്നീട് ഇവർ സ്വീകരിച്ച രീതി എന്താണ്? ഇവരെ ഈ സൈറ്റുകളിൽ നിന്നും കുഴിച്ചെടുത്ത വസ്തുക്കളെ, സൈറ്റുകളിൽ നിന്നും ഒരുപാട് ഒരു സൈറ്റ് ഖനനം ചെയ്യുമ്പോൾ ഒട്ടനവധി വസ്തുക്കൾ നമുക്ക് ആ സംസ്കാരവും റിലേറ്റഡ് ആയിട്ടുള്ള കുറെ വസ്തുക്കൾ നമുക്ക് ലഭിക്കും അല്ലെ? കുറെ സാധനങ്ങൾ ലഭിക്കും. അതിൽ പെട്ടതാണ് നമ്മൾ പറഞ്ഞു ആ കളിമൺ രൂപങ്ങള്, കലപ്പയുടെ രൂപം, മുദ്രകളൊക്കെ ലഭിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പലതരത്തിലുള്ള പല വസ്തുക്കളായിരിക്കും ഒരു സൈറ്റിൽ നിന്ന് ലഭിക്കുക. അപ്പൊ ഈ വസ്തുക്കൾ ഇവരെന്ത് ചെയ്തു, രണ്ടായിട്ട് തരം തിരിച്ചു. ഒന്നാമത്തെ എന്താണ്? ആഡംബര വസ്തുക്കള്. ഒന്ന് ആഡംബര വസ്തുക്കൾ എന്നും രണ്ടാമത്തതിൽ പ്രയോജനപരമായ വസ്തുക്കൾ എന്നും എന്നിങ്ങനെ വസ്തുക്കളെ രണ്ടായിട്ട് തരം തിരിച്ചു. ഓക്കെ, എന്നിട്ട് ഈ ആഡംബര വസ്തുക്കളിൽ മെയിനായിട്ട് ഇവര് ഉൾപ്പെടുത്തിയ വസ്തുക്കൾ എന്തൊക്കെയാണ്? ഫെയിൻസ് പോലെയുള്ള പാത്രങ്ങളാണ് ഇവരെ ആഡംബര വസ്തുക്കളിൽ ഉൾപ്പെടുത്തിയത്. അതായത് ഫെയിൻസ് എന്ന് പറഞ്ഞാല് ഈ കളിമണ്ണിൽ ചുട്ടെടുത്ത, കളിമണ്ണ് യൂസ് ചെയ്തിട്ട് നിർമ്മിച്ച് ചുട്ടെടുത്ത ഒരു തരം പാത്രങ്ങളാണ്. കാരണം അത് നിർമ്മിക്കുന്നതിന് വേണ്ടി കുറച്ച് പ്രയാസമേറിയത് കൊണ്ടായിരിക്കാം ആഡംബര വസ്തുക്കളിൽ ഇവരത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമതായിട്ട് ഈ പ്രയോജനപരമായ വസ്തുക്കളിൽ അവര് ഉൾപ്പെടുത്തിയത് എന്തൊക്കെയാണ്? അരക്കല്ല്, മൺപാത്രങ്ങള്, സൂചികള് മുതലായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, പ്രയോജനപരമായ വസ്തുക്കളിൽ ഉൾപ്പെടുത്തി. അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള ഒരു വിഭാഗീയതയാണ് ഈ ഉൽപ്പന്നങ്ങളിൽ നിന്നും, അതായത് കുഴിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ അവർ നടത്തിയത്. എങ്കിലും പ്രധാനമായിട്ട് അവിടെ സാമൂഹിക വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചുള്ള തെളിവുകളൊന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഈ വസ്തുക്കളൊക്കെ പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ളത് ഏതൊക്കെ സൈറ്റിൽ നിന്നാണ്? ഹാരപ്പയിൽ നിന്നും അതുപോലെ തന്നെ മോഹൻജദാരോയിൽ നിന്നുമാണ്. നമുക്കറിയാം രണ്ടും
എന്താണ് മെയിൻ സൈറ്റുകളാണ് ഹാരപ്പയും മോഹൻജദാരോയും. ഓക്കെ, ഈ രണ്ട് സൈറ്റിൽ നിന്നാണ് ഈ വസ്തുക്കളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്നൊന്നും പ്രത്യേകിച്ചുള്ള യാതൊരു വിധത്തിലും ഉള്ള ഒരു വിഭാഗീയത അല്ലെങ്കിൽ സാമൂഹിക വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് അവര് കണ്ടെത്തിയിട്ടില്ല. ഇനി ഹാരപ്പൻ കാലഘട്ടത്തിലെ കരകൗശല രീതികളെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. കരകൗശല രീതികൾ പറഞ്ഞ വിവിധ വസ്തുക്കളുടെ നിർമ്മാണം മുതലായ കാര്യങ്ങളിലൊക്കെയാണ് കരകൗശലം എന്നുള്ള ഇതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഇപ്പൊ ഈ പാത്രങ്ങളുടെ നിർമ്മാണം, അതുപോലെ തന്നെ ആഭരണങ്ങളുടെ നിർമ്മാണം മുതലായവയൊക്കെ എന്തിൽ ഉൾപ്പെടും, ഈ കരകൗശലത്തിന്റെ അണ്ടറിൽ ഉൾപ്പെടുന്ന വസ്തുക്കളാണ്. അപ്പൊ അതില് പ്രധാനമായിട്ടും ഈ മുദ്രകളുടെ നിർമ്മാണം അല്ലെങ്കിൽ മുദ്രകൾ നിർമ്മിച്ചിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. മുദ്രകൾ എന്ത് യൂസ് ചെയ്തിട്ടാണ്, കളിമണ്ണ് യൂസ് ചെയ്തിട്ട് അവര് മുദ്രകൾ നിർമ്മിച്ചിരുന്നു നമ്മൾ പറഞ്ഞു. പ്രധാനമായിട്ടും കളിമണ്ണ് യൂസ് ചെയ്തിട്ട് മുദ്രകൾ നിർമ്മിച്ചിരുന്നു നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള മുത്തുകള്, ചിപ്പികള് മുതലായ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്, അതായത് മുത്തുകൾ നിർമ്മിച്ചിരുന്നു. രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ്, മുത്തുകൾ നിർമ്മിച്ചു, മുത്തുകളുടെ നിർമ്മാണം. ഈ മുത്തുകളുടെ നിർമ്മാണത്തിന് എന്ത് ചെയ്യുന്നുണ്ടോ, അവര് പലതരത്തിലുള്ള കല്ലുകളും ലോഹങ്ങളും എന്ത് ചെയ്തിരുന്നു, മുത്തുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നു. അതായത് വിവിധ തരത്തിലുള്ള ചെമ്പ്, സ്വർണം മുതലായ തരത്തിലുള്ള ലോഹങ്ങളും അതുപോലെ തന്നെ ഫെയിൻസ്, ടെറക്കോട്ട എന്നീ സാധനങ്ങളൊക്കെ എന്തിന്, മുത്തുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. അതായത് വൈവിധ്യമുള്ള വസ്തുക്കൾ എന്ത് ചെയ്തിരുന്നു, മുത്തിന്റെ നിർമ്മാണത്തിനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ നിർമ്മിച്ച അതുപോലെ കല്ലുകൾ വിവിധ തരത്തിലുള്ള കല്ലുകൾ നിർമ്മിച്ചിരുന്നു. ഈ കല്ലുകൾക്ക് നിറം നൽകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നു, വിവിധ രീതികൾ, അതായത് ഓരോ കല്ലും ഇത്ര രീതിയിൽ ചൂടാക്കിയാൽ ആ കല്ലിന്റെ നിറം മാറും മുതലായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു, അവർ കണ്ടെത്തിയിരുന്നു. അപ്പൊ ഈ കല്ലുകൾക്ക് നിറം നൽകുന്നതിന് വിവിധ തരത്തിൽ ചൂടാക്കുന്ന രീതികൾ എന്ത് ചെയ്തിരുന്നു, അവര് ഉപയോഗിച്ചിരുന്നു. കൂടാതെ ഈ കല്ലുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ, മിനുസപ്പെടുത്താൻ, അതായത് അതിന് തിളക്കം നൽകുന്നതിനും അതുപോലെ തന്നെ അവയ്ക്ക് തുളയിടുന്നതിനും വേണ്ടിയിട്ട് വിവിധ ഉപകരണങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നതായിട്ട് ഈ സൈറ്റിൽ നിന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഓരോ കല്ലുകൾ മുത്തുകളൊക്കെ മിനുസപ്പെടുത്താൻ അതുപോലെ തന്നെ തുളയിടാനൊക്കെ അവർ വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നതായിട്ട് ഈ സൈറ്റുകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ കൂടാതെ ഈ ഹാരപ്പൻ സിവിലൈസേഷനില് ഓരോ സ്ഥലത്തും ഓരോ സൈറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ ഈ കടൽ തീരവുമായി ബന്ധപ്പെട്ട രണ്ട് സൈറ്റുകളായിരുന്നു നാഗേശ്വറും ബാലക്കോട്ടും. ഏതൊക്കെയാണ്, നാഗേശ്വർ, ബാലക്കോട്ട്. ഓക്കെ, നാഗേശ്വറും ബാലക്കോട്ടും ഈ രണ്ട് സൈറ്റുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രധാനമായിട്ടും കടൽ തീരവുമായി ബന്ധപ്പെട്ടുള്ള സൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സൈറ്റുകളിൽ നിന്നും എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കണ്ടെത്തിയത്, ഈ ചിപ്പികൾ ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായിട്ടും നാഗേശ്വറിൽ നിന്നും ബാലക്കോട്ടിൽ നിന്നും പ്രധാനമായിട്ടും കണ്ടെത്തിയത്. ചിപ്പി യൂസ് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പ്രധാനമായിട്ടും ഈ കടൽ ഏരിയയിൽ അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിലൊക്കെ, കടൽ തീരവുമായി ബന്ധപ്പെട്ട ഏരിയസിലൊക്കെ ഈ ചിപ്പികൾ ധാരാളമായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ ചിപ്പികൾ യൂസ് ചെയ്തിട്ടുള്ള ഇവര് ഉൽപ്പന്നങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്ത് ചെയ്തു, ഈ സൈറ്റിൽ നിന്നൊക്കെ കണ്ടെത്തി. കൂടാതെ ഈ സൈറ്റിൽ നിന്നും ഈ ബാലക്കോട്ടും നാഗേശ്വർ മുതലായ സൈറ്റിൽ നിന്നും മെയിൻ സൈറ്റായ ഹാരപ്പ, മോഹൻജദാരോ എന്നിവിടങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയിരുന്നു എന്നും തെളിവുകൾ നൽകുന്നുണ്ട്. അതായത് അവിടെ നിർമ്മിക്കുക മാത്രമല്ല, പ്രധാനപ്പെട്ട സൈറ്റുകളിലേക്ക് ഈ ചിപ്പികളുടെ ഉൽപ്പന്നങ്ങൾ അവർ കൊണ്ടുപോയിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും എന്താണ് കരകൗശലത്തിൽ വരുന്നത്, ഈ ചിപ്പികൾ യൂസ് ചെയ്തിട്ടുള്ള വസ്തുക്കള്, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ലോഹങ്ങളും അതുപോലെ തന്നെ ടെറക്കോട്ട മുതലായവ ഉപയോഗിച്ചുള്ള മുത്തുകൾ അവർ നിർമ്മിച്ചിരുന്നു.
കൂടാതെ തന്നെ കല്ലുകൾക്ക് നിറം നൽകാൻ വിവിധ രീതിയിൽ ചൂടാക്കുന്ന രീതികൾ എന്ത് ചെയ്തിരുന്നു, അവർ ഉപയോഗിച്ചിരുന്നു. കൂടാതെ മിനുസപ്പെടുത്തല്, തുളയിടല് മുതലായ പ്രക്രിയക്കായിട്ട് പ്രത്യേക തരത്തിലുള്ള ഉപകരണങ്ങൾ എന്ത് ചെയ്തിരുന്നു, ഇവർ ഉപയോഗിച്ചിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെയൊക്കെ അവശിഷ്ടങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുക? ഈ സൈറ്റുകളിൽ നിന്നൊക്കെ ഇതിന്റെ അല്ലെങ്കിൽ ഒരു വസ്തു നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യാം, ആ സൈറ്റിൽ നിന്ന് ലഭിക്കും അല്ലെ. ഇപ്പൊ ഒരു വസ്തു പൂർണ്ണമായിട്ടും ഒരു മുത്തായി മാറണമെന്നുണ്ടെങ്കിൽ അത് നിർമ്മിക്കുന്ന വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള അതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ ആ സൈറ്റിൽ ഉണ്ടാവും. ഈ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്തിരിക്കാം എന്നുള്ള ഊഹത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, ഈ ചരിത്രകാരന്മാര് എത്തിച്ചേരുന്നത്. ഓക്കെ.